മഹാമാരി പോലെ ഒരു വൈറസ് വീണ്ടും ലോകത്തെ വിഴുങ്ങുമോ എന്ന ആശങ്കയിലാണ്. കാരണം MV ഹോണ്ടിയസ് എന്ന ആഡംബര കപ്പലിനുള്ളിൽ നിന്നും അപകടകരമായ ഒരു വൈറസിന്റെ സാന്നിധ്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് വിവരം. ലോകാരോഗ്യ ഏജൻസികളടക്കം അവിടെ അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. മാത്രമല്ല, ഈ ഒരു വ്യാപനത്തെ സസൂക്ഷ്മമായി തന്നെ അവർ നിരീക്ഷിച്ചു വരികയാണ്. എന്നാൽ കോവിഡ് പോലെ ഇത് ലോകത്താകമാനം വ്യാപിക്കില്ല എന്ന വിലയിരുത്തലടക്കം പുറത്തു വരുന്നുണ്ട്. ഇന്ത്യക്കാർ ഉൾപ്പെടെ തന്നെ ഈ കപ്പലിനുള്ളിൽ ഉണ്ടെന്നുള്ളതാണ് വസ്തുത. അതേപോലെ തന്നെ MV ഹോണ്ടിയസ് ആഡംബര കപ്പലിൽ ഹാൻഡ വൈറസ് ബാധ എന്ന ഒരു അപൂർവ ഇനം വൈറസ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നതായി തന്നെ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. അപൂർവവും അതീവ അപകടകാരികളുമായ വൈറസ് ഈ ഒരു രോഗങ്ങളിൽ ഒന്നായി തന്നെ കണക്കാക്കപ്പെടുന്ന ഹാൻഡ വൈറസിന്റെ വ്യാപനമാണ് അന്താരാഷ്ട്ര ആരോഗ്യ മേഖലയെ പോലും ഇപ്പോൾ വലിയ രീതിയിൽ പിടിച്ചുലയ്ക്കുന്നതും ചർച്ചാ വിഷയമാക്കുന്നതും. വൈറസ് ബാധയെ തുടർന്നുകൊണ്ട് യാത്രക്കാരിലും ജീവനക്കാരിലും ആരോഗ്യ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. രോഗത്തിന്റെ ഉറവിടം അതുപോലെ സമ്പർക്ക സാധ്യതകളും സംബന്ധിച്ചുകൊണ്ട് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്നാൽ ലോകാരോഗ്യ സംഘടന പൊതുജനങ്ങളെ ആശ്വസിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കോവിഡിനെ പോലെ തന്നെ അതിവേഗ വ്യാപന ശേഷിയുള്ള വൈറസ് അല്ല ഹാൻഡ വൈറസ് എന്ന് ഇവിടെ ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ പോലും ആശങ്കകൾ കൂടുതലായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ദീർഘകാല സമ്പർക്കത്തിലൂടെയും പ്രത്യേക സാഹചര്യത്തിലുമാണ് വൈറസ് അത് പകരാനുള്ള സാധ്യത ഇവിടെ കൂടുന്നത്. അതിനാൽ തന്നെ പുതിയൊരു ആഗോള മഹാമാരിയായി തന്നെ ഇത് മാറുമെന്ന ആശങ്ക ഇപ്പോൾ ആവശ്യമില്ല എന്നതാണ് വിദഗ്ധരടക്കം വിലയിരുത്തുന്നത്. അതേസമയം വിവിധ രാജ്യങ്ങളിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. കപ്പലിലെ എല്ലാ യാത്രക്കാരുടെയും ആരോഗ്യനില ഇവിടെ നിരീക്ഷിച്ചു വരികയാണ്. ഇത് രണ്ട് ഇന്ത്യക്കാരടക്കം തന്നെ 149 പേരാണ് ഈ കപ്പലിലുള്ളത്. എലികൾ പടർത്തുന്ന ഹാൻഡ വൈറസ് ബാധിച്ച ഫോണ്ടിയസിലെ 3 യാത്രക്കാരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അതായത് 8 പേർ ഇതിനോടകം തന്നെ ചികിത്സ തേടിയിട്ടുണ്ട്. 23 രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഈ കപ്പലിലുള്ളത്. കപ്പലിലുള്ള യാത്രക്കാരായ ജീവനക്കാർ ആരാണെന്നും അവരുടെ ആരോഗ്യ അവസ്ഥയെക്കുറിച്ചും ഇപ്പോൾ യാതൊരുവിധ വിവരങ്ങളും ലഭ്യമായിട്ടില്ല. അതേപോലെ തന്നെ വലിയ രീതിയിൽ ആൻഡിയസ് സ്ട്രൈപ്പിൽപ്പെട്ട ഹാൻഡ വൈറസ് ആണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രോഗം പടർത്തുന്നത്. മനുഷ്യരിൽ ബാധിക്കുന്ന ഈ രോഗം വായുവിലൂടെ പടരുന്നതല്ല. അടുത്ത ബന്ധം പുലർത്തുന്നവർ തമ്മിൽ മനുഷ്യനിൽ നിന്ന് ചികിത്സിക്കുന്ന ഡോക്ടറിലേക്ക് എങ്ങനെ രോഗം പടരാം എന്നതാണ് മറ്റൊരു രീതി. അതേപോലെ തന്നെ രോഗബാധ എങ്ങനെ ഉണ്ടാകുന്നു എന്നതും ഇവിടെ വിലയിരുത്തുന്നുണ്ട്. ഭൂമിയുടെ തെക്കേ അറ്റത്തുള്ള നഗരമായ ഉഷ്വായയിൽ പരീക്ഷണ നിരീക്ഷണം നടത്തിയ ഡച്ച് ദമ്പതികൾക്കാണ് ആദ്യം ഈ രോഗം ബാധിച്ചത്. ദമ്പതികൾ നിലത്ത് കിടന്ന എലികളുടെ കാഷ്ടത്തിൽ നിന്നുള്ള ആ ഒരു സൂക്ഷ്മ കണികകൾ അത് ശ്വസിച്ചതായിരിക്കാം കാരണമെന്നതാണ് ഇവിടെ ഗവേഷകരുടെ നിഗമനം. കപ്പലിൽ കയറുന്നതിന് മുൻപ് വരെയും ഇവർക്ക് രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഏപ്രിൽ 11 ആദ്യം യാത്രക്കാർ കപ്പലിൽ മരിച്ചത്. മരണകാരണം അപ്പോൾ നിർണ്ണയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഏപ്രിൽ 24 അദ്ദേഹത്തിന്റെ മൃതദേഹം സെന്റ് ഹെലിയയിൽ ഇറക്കി ആ ഒരു സ്വദേശത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഭാര്യയും ഒപ്പമുണ്ടായിരുന്നു. ഏപ്രിൽ 27 മടക്കയാത്രക്കിടെ തന്നെ ഭാര്യയ്ക്ക് അസുഖം വന്നതായും പിന്നീട് ഇവർ മരിച്ചതായും ഇവിടെ വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഇവിടെ നിന്നും ലഭിച്ച മെയ് 2 ഈ ഒരു കപ്പലിൽ ഒരു ജർമ്മൻ പൗരൻ ഉൾപ്പെടെ മരിച്ചു. ഇതോടുകൂടി തന്നെ ലോകാരോഗ്യ സംഘടന വിഷയത്തിൽ ഇടപെടുകയും അവിടെ കോപ്പ് ഹേർഡിയർ കപ്പൽ നിർത്താൻ ആവശ്യപ്പെടുകയോണ് ചെയ്തത്. നിലവിൽ കപ്പൽ വലിയ രീതിയിൽ അവിടെ നിന്നും പുറപ്പെട്ടുകൊണ്ട് സ്പെയിനിലെ കാൻറി ദ്വീപുകളിലെ ആ ഒരു ദിശയോട് കൂടിയിട്ടാണ് സഞ്ചരിക്കുന്നത്. ഗുരുതരാവസ്ഥയിലായ 3 രോഗികളെ എയർ ആംബുലൻസ് വഴി അവിടെ ഒഴിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനുശേഷമാകും മറ്റു യാത്രക്കാരെ അവിടെ നിന്നും പുറത്തിറക്കുക എന്നത് ഒരു വിലയിരുത്തൽ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.